ഗംഗോത്രിയിൽ നിന്ന് ചമ്പ ടണലിലേക്ക് ഏകദേശം 201 കിലോമീറ്റർ ദൂരമുണ്ട്. ഗൂഗിൾ മാപ്പ് പ്രകാരം ഈ യാത്രയ്ക്ക് 5 മണിക്കൂർ 56 മിനിറ്റ് എടുക്കും. സാധാരണയായി 34 വഴിയാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ റൂട്ടിൽ ഗതാഗതം സാധാരണ നിലയിലാണ്. ഗംഗോത്രിയിൽ നിന്ന് യാത്ര ആരംഭിച്ച് ഋഷികേശ് ധരാസു 94 വഴി യാത്ര തുടരുക. ഈ റോഡിൽ ഭൂരിഭാഗം ജോലികളും ഷെഡ്യൂളിന് മുമ്പേ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചമ്പ ടണൽ ഉൾപ്പെടെയുള്ള ഋഷികേശ് ധരാസു ഹൈവേയുടെ 94 ചില ഭാഗങ്ങൾ 2020 ഒക്ടോബറോടെ പൂർത്തിയാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചമ്പ ടണൽ ബ്രോയുടെ ചാർധാം പദ്ധതിയുടെ ഭാഗമാണ്. ഏറ്റവും പുതിയ ഓസ്ട്രിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. ഈ ടണൽ ട്രാഫിക്കിന് തുറന്നുകൊടുക്കുന്നതോടെ ചമ്പ ടൗണിലെ തിരക്കും ദൂരവും കുറയും. ചമ്പ ടണലിന്റെ നിർമ്മാണം ചാർധാം യാത്രയ്ക്ക് വലിയ ഉത്തേജനം നൽകും. കൂടാതെ സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാക്കും. യാത്രക്കാർക്ക് വഴിയരികിൽ ഗംഗോത്രി ടെമ്പിൾ, ഗംഗോത്രി നാഷണൽ പാർക്ക്, പാണ്ഡവ ഗുഫ്, കേദാർതാൽ, ദേരാ ബുഗ്യാൽ, ഗോമുഖ്, ധരാലി, ജൽമഗ്ന ശിവലിംഗം, നെലോങ് വാലി, ചമേര ഡാം, ശക്തിപീഠ് ശ്രീ ചമുണ്ട ദേവി ടെമ്പിൾ, മണിമഹേഷ് തടാകം, ഓഡൻസ്കോർ, ഭാഗീരഥ് ശില, ഭൈരോങ് ഘട്ടി തുടങ്ങിയ സ്ഥലങ്ങൾ കാണാം. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും തുടർച്ചയായ കനത്ത മഴയെ തുടർന്ന് യാത്രാ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനാൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കാലാവസ്ഥാ പ്രവചനങ്ങളും റോഡ് സാഹചര്യങ്ങളും പരിശോധിക്കുന്നത് നല്ലതാണ്. രാത്രി യാത്ര ഒഴിവാക്കുന്നത് നന്നായിരിക്കും, കാരണം കുറഞ്ഞ കാഴ്ച, വഴുവഴുപ്പുള്ള റോഡുകൾ, പാറകൾ വീഴാനുള്ള സാധ്യത എന്നിവ അപകടസാധ്യത വർദ്ധിപ്പിക്കും. യാത്രയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നത് നല്ലതാണ്, കാരണം വഴിതിരിച്ചുവിടലുകളും കാലതാമസവും പ്രതീക്ഷിക്കാം. യാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഉണങ്ങിയ ഭക്ഷണം, കുടിവെള്ളം, ചൂടുള്ള വസ്ത്രങ്ങൾ, ഫസ്റ്റ് എയ്ഡ്, മരുന്നുകൾ, പവർ ബാങ്ക് എന്നിവ കരുതുക. ചമ്പ ടണൽ 24 മണിക്കൂറും തുറന്നിരിക്കുന്നു. ഗംഗോത്രിയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ചുറ്റും ഹിമാലയൻ പർവ്വതനിരകളുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഭാഗീരഥി നദി യാത്രയിലുടനീളം കൂടെയുണ്ടാകും. റോഡ് വളഞ്ഞുപൊളഞ്ഞതും ചിലയിടങ്ങളിൽ കുത്തനെയുള്ള കയറ്റങ്ങളുള്ളതുമാണ്. വേനൽക്കാലത്ത് ഗംഗോത്രിയിലേക്കുള്ള റോഡ് സുഗമമായിരിക്കും. മഴക്കാലത്ത് ജൂലൈ, ഓഗസ്റ്റ് മണ്ണിടിച്ചിലുകൾ സാധാരണമാണ്, അതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണം. യാത്ര ഉത്തർകാശി വഴി തുടരും. ഈ റൂട്ടിൽ പൈൻ മരങ്ങൾ നിറഞ്ഞ വനങ്ങളും പുഴകളും കാണാം. ഉത്തർകാശിയിൽ നിന്ന് ഏകദേശം 7 മണിക്കൂർ യാത്ര ചെയ്താൽ ചമ്പ ടണലിൽ എത്താം. ചമ്പ ടണൽ ഋഷികേശ് ധാരാസു ദേശീയപാത 94-ലെതിരക്കേറിയ ചമ്പ പട്ടണത്തിന് താഴെയായി ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ച 440 മീറ്റർ നീളമുള്ള തുരങ്കമാണ്. ഈ തുരങ്കം ചാർധാം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. ചാർധാം പദ്ധതിക്ക് കീഴിൽ ബദരീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യസ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന 900 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിക്കുന്നുണ്ട്. ഈ ടണൽ ഗതാഗതം സുഗമമാക്കുകയും ചമ്പ ടൗണിലെ തിരക്കും യാത്രാദൂരവും കുറയ്ക്കുകയും ചെയ്യും. കൂടാതെ ചാർധാം യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യപ്രദമാവുകയും പ്രദേശത്ത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യും. ചമ്പ ടണലിന്റെ നിർമ്മാണത്തിന് അത്യാധുനിക ഓസ്ട്രിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട്. മനോഹരമായ പർവ്വതനിരകളും നദികളും പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും താണ്ടിയുള്ള ഈ യാത്ര തീർച്ചയായും ഒരു അവിസ്മരണീയമായ അനുഭവമായിരിക്കും. ഗംഗോത്രിയിൽ നിന്ന് ചമ്പൽ ടണൽ വരെയുള്ള വഴി ഇതിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. റോഡിന്റെ ഒരു സൈഡിൽ നദിയും മറുകരയിൽ തിങ്ങിനിറഞ്ഞ പൈൻ മരങ്ങളും നമുക്ക് കാണാവുന്നതാണ്.
ഉത്തരകാശി പട്ടണത്തിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരകാശിയിൽ പ്രധാനമായും ഭക്ഷ്യധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവ കൃഷി ചെയ്യുന്നു. ഗോതമ്പ്, നെല്ല്, ചോളം, മന്തുവ, സാൻവ എന്നിവ ഭക്ഷ്യധാന്യങ്ങളിൽ പ്രധാനമാണ്. ഉഴുന്നു, കടല, പരിപ്പ്, മസൂർ, രാജ്മ തുടങ്ങിയവ പയറുവർഗ്ഗങ്ങളിൽപ്പെടുന്നു. കടുക്, സോയാബീൻ, നിലക്കടല എന്നിവ എണ്ണക്കുരുക്കളിൽ പ്രധാനമാണ്. നെല്ലും ഗോതമ്പും ഈ പ്രദേശത്തെ പ്രധാന വിളകളാണ്. നല്ല തിരക്കേറിയ പട്ടണമാണ് ഉത്തരകാശി പട്ടണത്തിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഉത്തരകാശി ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഗംഗോത്രി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യനഗരമാണ്. ഉത്തരകാശി ജില്ലയുടെ ആസ്ഥാനം കൂടിയാണിത്. പുണ്യനദിയായ ഭാഗീരഥി ഒഴുകുന്നത് ഉത്തരകാശിയുടെ തീരങ്ങളിലൂടെയാണ്. ഗംഗോത്രി ഹിമാനിയുടെ ഗോമുഖിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഭാഗീരഥി അളകനന്ദ നദിയുമായി ദേവപ്രയാഗിൽ സംഗമിച്ച് ഗംഗാനദിയായി മാറുന്നു. ഉത്തരകാശിക്ക് വടക്കിന്റെ കാശി, വാരണാസി എന്ന് വിളിപ്പേരുണ്ട്. ഇവിടെ ധാരാളം ക്ഷേത്രങ്ങളുമുണ്ട്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സാഹസിക വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു. The car journey from Gangotri to the Chamba Tunnel Road is a scenic drive through the Himalayas, offering stunning views of the Bhagirathi River, lush valleys, and the majestic mountains. The Chamba Tunnel itself is a modern engineering marvel, providing a convenient passage through a previously challenging section of the route. The journey is a treat for nature lovers and adventure seekers alike. The journey begins in Gangotri, a town revered as a major Hindu pilgrimage site, situated on the banks of the Bhagirathi River, which is considered the source of the Ganges. As you leave Gangotri, the road winds its way downwards, offering breathtaking views of the river valley. The Bhagirathi, with its powerful currents and pristine water, accompanies you for a significant part of the journey. The initial part of the drive is characterized by narrow roads and hairpin bends, typical of mountain driving, but the scenery is captivating enough to make you forget the challenges. The road from Gangotri to Chamba Tunnel primarily follows NH 34. Generally, road conditions in the Himalayas vary depending on the season and recent weather events. It's crucial to be aware of the specific conditions at the time of your travel. In the summer months, April to June, conditions are usually favorable,
with minimal weather disruptions. During the monsoon season, July and August, heavy rainfall can cause landslides and road closures, making travel risky and potentially causing delays. Winter, September, October, and November brings cold temperatures, but roads are generally accessible, though snow might be present in higher altitudes. Always check the latest weather and road conditions before and during your trip. Potential stops and villages along the route: Hassel, a charming village nestled in a valley, famous for its apple orchards and scenic beauty. You might consider stopping here for a stay at homestays like Hasselwood Stone Homestay. Canatol, this popular hill station offers stunning views and adventure sports like mountain cycling and paragliding. Donalty, known for its towering oak forests and a biotech park. It offers a peaceful escape amidst nature. Terry, this area is dominated by the vast Terry Lake, formed by the damming of the Bogearthy River. You can enjoy boating on the lake and witness the submerged Old Terry town beneath the waters. You might find some eateries and stay options around the lake, including floating huts, which offer a unique experience. Chambal, this picturesque town offers views of the Himalayas, lush green meadows, dense forests, and the gurgling Ravi River. You can explore ancient temples like the Kamanda Devi Temple and Lakshmi Narayan Temple complex.